പ്രണയം എന്നിടത്ത് 3 സംഗതികൾ, പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ മുമ്പിലൊക്കെ പറയേണ്ട 3 സംഗതികൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. 1 ലവ്, 2 സെക്സ്, 3 മാരേജ്. ഈ 3 സംഗതികൾ കൃത്യമായി ഐഡൻറ്റിഫൈഡ് ആയാൽ ഈ പ്രണയം എന്നത് ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ജംഗ്ഷൻ വരുന്നത്. കൺഫ്യൂഷനിൽ നിന്നാണ് ബ്ലോക്ക് ജംഗ്ഷൻ വരുന്നത്. അവിടെയാണ് പ്രണയം ദുരന്തമാകുന്നത്. എന്താണ്? 1 ലവ്. ലവ് എന്താ? സ്നേഹം ആണോ അത് ഒരാളുടെ മുമ്പിലും മറച്ചു വെക്കേണ്ടി വരില്ല. സ്നേഹമാണോ ഒരാളുടെ മുമ്പിലും മറച്ചു വെക്കേണ്ടി വരില്ല. സ്നേഹമാണോ അത് പഠനത്തെയോ കുടുംബത്തെയോ ജീവിതത്തെയോ ഒരിക്കലും നെഗറ്റീവായിട്ട് സ്വാധീനിക്കില്ല. ഇപ്പോൾ ഒരു ബാപ്പാക്ക് മോനോട് സ്നേഹമുണ്ട്. സ്നേഹമുള്ള മോന് വിദേശത്തേക്ക് പോകാൻ ഇതെടുത്തു കൊടുക്കുന്നത്, എല്ലാ സഹായവും ചെയ്യുന്നത്, വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മോൻ വിദേശത്ത് പോകാനുള്ള എല്ലാ സംഗതിയും ചെയ്തു കൊടുക്കുന്ന വാപ്പയാണ്. സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് അടുത്തുണ്ടാകണം എന്നുള്ള നിർബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്നേഹം എന്നത് ഇതാണ്. അതായത് തൻ്റെ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് ഗുണം ആഗ്രഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, കണക്ഷനാണ് സ്നേഹം. അവിടെ ഇതല്ലാത്ത വരുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ലാത്ത മറ്റൊന്നാണ്. ഉദാഹരണത്തിന് അവനെ എനിക്ക് കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം എന്നാഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ കൂടെ പൊസസീവ്നെസ് ചേർന്നാലേ അത് നടക്കുള്ളൂ, അല്ലെങ്കിൽ സെക്സ് ചേർന്നാലേ നടക്കുള്ളൂ. സെക്സ് എന്താണ്? സെക്സ് ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യം. സെക്സ് എന്ന് പറയുന്നത് ജൈവികമാണ്. അത് ഇങ്ങനെയൊക്കെ ഈ പ്രായമായാൽ തോന്നാൻ സാധ്യതയുള്ളതാണ്. അത് പോസിറ്റീവാണ്, ബേസിക്കലി പോസിറ്റീവാണ്. എവിടെ മാത്രമാണത് നെഗറ്റീവ്? നിയമത്തിന് വിരുദ്ധമായി ചെയ്യുമ്പോഴാണ് അത് നെഗറ്റീവ്. നിയമത്തിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നെഗറ്റീവാണ്. 3-മത്തത് മാരേജ്. മാരേജ് എന്ന് പറഞ്ഞാൽ കേവലം 1-to-1 പ്രോസസ്സ് അല്ല, മറിച്ച് ഫാമിലി ടു ഫാമിലിയാണ്. ഫാമിലി ടു ഫാമിലി മുക്കാഫത്ത് ഉണ്ടാവുക എന്നതാണ് അവിടുത്തെ ശരിയായ വശം. കാരണം മാരേജ് എന്ന ചടങ്ങ് പോലും എന്തല്ല, 1-to-1 അല്ല. മാരേജ് ലൈഫിലുള്ള ഏകദേശ ആക്ടിവിറ്റീസുകളും ഹോസ്പിറ്റലിൽ പോകുന്നു, വീടുണ്ടാക്കുന്നു, റക്കീഖത്ത് ഇറക്കുന്നു, എന്തെടുത്ത് നോക്കിയാലും ഫാമിലിയും ആയിരിക്കും ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായ ദാമ്പത്യ ജീവിതത്തിന് ഫാമിലി ടു ഫാമിലി മുക്കാഫത്ത് ഉണ്ടാവുക എന്നതാണ് മാരേജ് ലൈഫിന് അനിവാര്യം. മറ്റൊന്ന്, മാരേജ് ലൈഫ് മുന്നോട്ട് പോകാനുള്ള ക്യാപിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവുക എന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായാൽ മറ്റൊരാളെ മനസ്സിലാക്കി ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഒരുപാട് തലങ്ങളിൽ ദാമ്പത്യ ജീവിതം സാധ്യമാണ്. ഇത് പക്ഷേ ഒരു തെറ്റിദ്ധാരണയാണ്. എനിക്കൊരു സ്പാർക്ക് തോന്നിയ ഒരാളുമായിട്ട് മാത്രമേ ദാമ്പത്യ ജീവിതം പറ്റൂ. അത് ബയോളജിക്കലി മിഥ്യയാണ്. പ്രാക്ടിക്കലി അത് മിഥ്യയാണ്. പ്രാക്ടിക്കലി അതൊരു മിഥ്യയാണ്. പല കാരണവശാലും ഒരാൾക്കൊരു വിവാഹം എന്ത് ചെയ്യാം. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, കല്യാണത്തിന് ശേഷം എന്തോ ഒരു അപകടം പറ്റിയിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിഫ്ള് നൽകുമാറാകട്ടെ. പല കാരണവശാലും അവർക്ക് പ്രാക്ടിക്കലി അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രധാന അബുലകൾ പർപ്പസുകൾ നടക്കാതെ പോയി. അവർക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വിവാഹത്തിലേക്ക് പോകാം. പല കാരണങ്ങളാൽ ഒരാൾ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പോവുക എന്ന പോസിബിലിറ്റി ഉള്ള ഒരു സംഗതിയാണ് മാരേജ് എന്ന് പറയുന്നത്. പക്ഷേ പ്രണയത്തിൽ മിസ്റ്റേക്ക് വരുന്നത് ഈ സ്പാർക്കാണ് മാരേജിൻ്റെ അതിൻ്റെ എഴുത്തിമാത്, അതിൻ്റെ അവലംബം എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ്. ഇത്രയും കാര്യം ഈ കുട്ടികളുടെ മനസ്സിലിട്ടാൽ പ്രണയം വന്നാൽ അതിങ്ങനെ കെട്ടഴിഞ്ഞു പോകുന്നത് പോലെ അഴിഞ്ഞു പോകും. ഉണ്ടായ പ്രണയം തിരുത്താൻ പ്രഷർ ഒഴിവാക്കുക, സാവകാശം അതിൻ്റെ ഘട്ടമായിട്ട് ഈ ആശയം അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ, പ്രഷറില്ലാതെ ഉള്ളിലേക്ക് എത്തിച്ചാൽ പ്രണയം കട്ടഴിഞ്ഞു പോരും. ഞാൻ ചെറിയൊരു അനുഭവം കൂടി പറയാം. പലപ്പോഴും സോഷ്യലായിട്ട് ഇടപെടുന്നവരായിരിക്കുമല്ലോ നമ്മുടെ ഉസ്താദുമാരൊക്കെ, ലീഡേഴ്സ് ആയിരിക്കും. ഒരിക്കൽ എൻ്റെ കൂടെ സൈക്കോളജിയിൽ ഈ വിഷയം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അയാളുടെ ചെറിയൊരു അകന്ന ബന്ധവും കൂടിയാണ്. ആ ബന്ധത്തിൽ ഒരു പ്രണയ കേസ് കൈകാര്യം ചെയ്യാണ്. അങ്ങനെ എല്ലാ റൂട്ട് പോയിട്ടും ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇതാണെങ്കിൽ ഒരിക്കലും ഒത്തുപോകുകയില്ല. ഒരു നിലക്കും അവർ 2 ഫാമിലി ഒത്തുപോകാത്തൊരു ബന്ധവുമാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ
ഒന്നിച്ചിരുന്നൊരു കുറച്ച് ദിവസം തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ വൈകുന്നേരം ഒന്നിച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇങ്ങനെ കുടുങ്ങിയൊരു കേസുണ്ട്, അടുത്ത ഫാമിലി ആയതുകൊണ്ട് ഇത് മുറിച്ചേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് വൈകുന്നേരം രാത്രി സിറ്റിംഗ് കൊടുക്കുക. സിറ്റിംഗ് കൊടുത്തിട്ട് രണ്ടാളെ ഇരുത്തിട്ട് ഒരു നേരമൊക്കെ ഇത് മുറിക്കാൻ പറ്റൂല എന്നാണ് അവരുടെ ഭാഷ്യം. ഞാൻ പറഞ്ഞു, അവരോട് പറയാം, നിങ്ങൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു 15 വർഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നത് ഇൻ ഡീറ്റെയിൽ ഒന്ന് എന്നോട് പങ്കുവെക്കുക. എന്തൊക്കെയാണ് വേണ്ടതെന്നറിയോ? നിങ്ങളെ ഫാമിലി സിറ്റുവേഷൻസ്, ചടങ്ങുകൾ, എൻഗേജ്മെൻറ്റ്സ്, അതുപോലെ പ്രോഗ്രാമുകൾ, ഗാദറിങ്, ഇങ്ങനെ എല്ലാ വർഷവും മക്കളുണ്ടാകുന്നത്, പരിചരിക്കുന്നത്, പോകുന്നത്, ഇതെല്ലാം ഒന്ന് പങ്കുവെക്കാൻ പറഞ്ഞു. ഒരു 15 വർഷത്തെക്കുറിച്ച് പങ്കുവെക്കുക. അതെല്ലാം പങ്കുവെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ അവരോട് ആയിക്കോട്ടെ, നിങ്ങൾ ആ ബന്ധം മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ചോദിച്ചു, അവരങ്ങനെ ചെയ്യൂലേ? ഞാൻ പറഞ്ഞു, ഏതായാലും മറ്റൊരു വഴിയും പാസ്സാകുന്നില്ലല്ലോ, അപ്പോൾ ഇത് ചെയ്തിട്ട് പോരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭയങ്കര സംഭവമായിപ്പോയി. എന്താ? രാവിലെ ഇയാൾ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം എന്താ? ഇക്രാഹ് ഒഴിവാക്കിയതിന് ശേഷം ഇവരെ ഈ റൂട്ടിൽ സഞ്ചരിപ്പിച്ചു, പരമാവധി ചിന്തിപ്പിച്ചതിന് ശേഷം വിട്ടതാണ്. അപ്പോഴാണ് അവർ റിയാലിറ്റി തിരിച്ചറിയുന്നത്. ദ 5 ലവ് ലാംഗ്വേജ് എന്ന മില്യനേഴ്സ് പുസ്തകത്തിൽ, ഒരു ബുക്കിൽ ഗാരി ചാപ്മാൻ എന്നൊരു വെസ്റ്റേൺ ലേഡിയുടെ ഒരു പഠനമുണ്ട്. ആയിരക്കണക്കിന് ഫാമിലി കൗൺസിലിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ്. അതിലവർ പറയുന്നുണ്ട്, ഈ പ്രണയത്തിന് മുമ്പും ശേഷമുള്ള വ്യത്യാസം അത് ഏതുപോലെയാണ്? ഈ സെക്സിന് മുമ്പും ശേഷവും പോലെയാണ്. സെക്സിന് മുമ്പുള്ളൊരു സമയം, സെക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദമ്പതികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പറ്റും. സെക്സിന് ശേഷം ആ ആക്ടിവിറ്റീസുകളൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് സ്പേം കത്തി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന മൈൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, സമീപന രീതി, മനോഭാവം, അതൊന്ന് വേറിട്ടതാണ്. ഇതുപോലെയാണ് പ്രണയത്തിന് മുമ്പും ശേഷവും. പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നീട് അവരിൽ ശക്തമായ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ സ്പേം കത്തി നിൽക്കുന്ന സമയത്ത് അവർ ഈ വിഷയത്തിൽ ഡിസിഷൻ എടുക്കാൻ യോഗ്യരല്ല, അയോഗ്യരാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു പാരൻസിൻ്റെ ഗ്യാപ്പ് വരുന്നത്. ഇതവരുടെ സാമർത്ഥ്യത്തിൽ, അവരുടെ സമർത്ഥനത്തിൽ കാണാം. അപ്പം ഇതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്, ഡു ഇറ്റ്, നിങ്ങളത് ചെയ്യൂ എന്ന് പറഞ്ഞവരെ വിട്ടപ്പോൾ അവർ സ്വയം വിട്ടേച്ചു പോകുന്നു. കാരണം അപ്പോഴാണ് അവർ റിയാലിറ്റി തിരിച്ചറിയുന്നത്, സംഗതി കുഴപ്പമാണ്. ഇക്രാഹ് ചെയ്യുമ്പോൾ ബന്ധം ഉറക്കുക ചെയ്യുക, ബന്ധം മുറിക്കാൻ പറയരുത്. എന്താ ചെയ്യേണ്ടത്? ഹറാമുകൾ ഒഴിവാക്കാൻ പറയുക. ഹറാമുകൾ ഒഴിവാക്കാൻ പറയുക, ഈ ആശയം ഉള്ളിലിട്ട് കൊടുക്കുക. അപ്പോൾ സ്വമേധയാ അവരുടെ ലൈഫിൽ അവർ ശരിയും തെറ്റും തിരിച്ചറിയും. ഒമൻ സാഫൽ യൂമിൻ ഒമൻ സാഫൽ യക്ഫുർ. നിങ്ങളെയൊക്കെ ദുആ അപേക്ഷിക്കുകയാണ്. ഈ ഹാപ്പി സോണിൻ്റെ ഖിദ്മത്ത് അത് ഏറ്റവും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദീനി ദഅവത്ത് ലക്ഷ്യം വെച്ച് നടക്കുന്ന സ്ഥാപന സംവിധാനങ്ങളിലേക്ക് എത്തിക്കലാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് ഹാപ്പി സോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ്ങാണ് ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു നിശ്ചിത എണ്ണം പാർട്ടിസിപ്പൻസ്, അംഗങ്ങൾ, അവരൊന്നിച്ചിരുന്ന് നമ്മുടെ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ, പാരൻറ്റിങ്, ഫാമിലി ലൈഫ്, ടീച്ചിങ്, ഇത്തരം അനുഭവങ്ങൾ ഒന്നിച്ചിരുന്ന് പങ്കുവെച്ച് അതിൻ്റെ പരിഹാരം ചർച്ച ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു 4 മാസം 16 തവണ ഒന്നിച്ചിരുന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ സമയം ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മൈൻഡ് കൊണ്ട് നമ്മൾ മാറും. നേരത്തെ ഉസ്താദ് ആ കുട്ടീൻ്റെ വിഷയമൊക്കെ ചോദിച്ചില്ലേ, അവിടെയൊക്കെ നമ്മളെ മൈൻഡ് മാറുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു സ്വഭാവോടുകൂടെ, ട്രാൻസ്പറൻസിയോടുകൂടെ എന്ത് കാണാം? പെട്ടെന്ന് കുട്ടിയുടെ സൊല്യൂഷൻ കാണാം. സാധാ പറയുമ്പോഴൊക്കെ ഞാൻ ആ സൊല്യൂഷൻ കാണുന്നുണ്ട്. പക്ഷേ അതെന്തല്ല, ഒരു പ്രഡിക്റ്റബിൾ അല്ല, ഒരു പ്രവചിക്കാവതല്ല, ഒരു കുറേ സാധ്യതകൾ ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന ഈ ഖിദ്മത്ത് ചെയ്യുന്നവരെല്ലാം ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആണ്. അതായത് എങ്ങനെയെങ്കിലും ഈ റിസൾട്ട്, ഇത്രയും വലിയൊരു റിസൾട്ട്, പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് കൊഴിഞ്ഞു പോകുന്നവരുടെ കൗണ്ട് പഠിച്ചാൽ ഭീകരമാണ്. അപ്പോൾ അനിവാര്യമായും തിരുത്തൽ ആവശ്യമുള്ള വലിയൊരു മേഖല നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മളങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും.